ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. എന്താണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി? മൃത്യുവിനെ ജയിക്കുന്നതിന് വേണ്ടി, മൃത്യുവിനെ ആർക്കും ജയിക്കാൻ കഴിയില്ല, അത് ഭഗവാൻ വിചാരിച്ചാലേ പറ്റുകയുള്ളൂ. കാലകാലനായിട്ടുള്ള ഭഗവാൻ വിചാരിച്ച് മാർക്കണ്ഡേയൻ്റെ ആയുസ് നീട്ടിക്കൊടുത്ത പോലെ ഭക്തൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഭഗവാൻ തന്നെ കടാക്ഷിച്ചാലേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മൃത്യുഞ്ജയനാകുന്ന ഭഗവാന്റെ കടാക്ഷത്തിന് വേണ്ടി, ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. മൃത്യുഞ്ജയ ഹോമം നമ്മുടെ ആയുസ്സിൻ്റെ, ജീവിച്ചിരിക്കുമ്പോൾ ആയുസ്സും ആരോഗ്യം, ആയുസ് അല്ല ആരോഗ്യം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യവും, ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാകണം, ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ്, ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. രോഗശാന്തിക്ക് വേണ്ടി. അതുപോലെ ധന്വന്തരി മന്ത്രാർച്ചന രോഗശമനത്തിന് വേണ്ടിയാണ്. മൃതസഞ്ജീവനി മന്ത്രാർച്ചന ഇതെല്ലാം രോഗശമനമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഗ്രഹപീഡ, രോഗപീഡ, ദോഷശാന്തിക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളതാണ്. മരണശയ്യയിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്തരുത്. ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ആണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അല്ല. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജലധാര നടത്തി ആ തീർത്ഥമാണ് നമ്മൾ മരണശയ്യയിൽ കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടത്. അത് കൂടുതലായിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ആ ജലധാര നടത്തി കിട്ടുന്ന തീർത്ഥം കൂവളത്തില കൊണ്ടോ തുളസിയില കൊണ്ടോ മുക്കി തുള്ളി തുള്ളി വീതം 3 തുള്ളി തൊണ്ടക്കുഴിയിൽ ഒഴിക്കുക. നമ്മൾ കൊച്ചു പിള്ളേർക്ക് മരുന്ന് കൊടുക്കും പോലെ അതുപോലെ 3 തുള്ളി കൊടുക്കണം. ഇഹലോക പരലോക ശാന്തിക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, മരണക്കിടക്കയിൽ കിടക്കുന്നവർക്ക്, കിടപ്പ് രോഗിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ കിടക്കുന്നതിന് പാപപരിഹാരമായി മോക്ഷപ്രാപ്തി കിട്ടി ഭഗവാനിൽ ലയിക്കുന്നതിന് വേണ്ടി 7 ദിവസം ആ കിടക്കപ്പായിൽ കിടന്ന് അവർ ശ്രവിക്കുന്ന രീതിയിൽ, കേൾക്കുന്ന രീതിയിൽ ഭാഗവതം, രാമായണം എന്നിവ വായിച്ച് തീർക്കുന്നതും അത് ശ്രദ്ധിച്ച് കിടക്കുന്നതും മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നതാണ്. ജലധാര നടത്തിയ തീർത്ഥം കൊടുക്കുന്നതും എല്ലാം ശ്രേയസ്കരമാണ്. അല്ലാതെ ആ സമയത്ത് ചരട് ജപിച്ച് കെട്ടുകയോ മൃത്യുഞ്ജയ ഹോമം നടത്തുകയോ ഒന്നും ചെയ്യരുത്. ഭാഗവത ശ്രവണ കീർത്തനങ്ങൾ റെക്കോർഡായിട്ടായാലും കേൾപ്പിക്കുക. അത് മനസ്സുകൊണ്ട് അവർ ജപിച്ച് അല്ലെങ്കിൽ കേട്ട്, ശ്രവണം, കീർത്തനം, നാമജപം എല്ലാം പുണ്യദായകമാണ്. അത് റെക്കോർഡായിട്ടായാലും കേൾപ്പിക്കുന്നത്, രാമായണമായാലും ഭാഗവതമായാലും കേൾപ്പിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ശുദ്ധമായ സംഗീതം, ഭക്തി കലർന്ന സംഗീതം, ആധ്യാത്മികപരമായിട്ടുള്ള കീർത്തനങ്ങൾ എന്നിവ കേൾപ്പിക്കുന്നതും ജലധാര നടത്തിയ തീർത്ഥം കൊടുക്കുന്നതും എല്ലാം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള പുണ്യദായകമായ കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പുണ്യമായിട്ടുള്ള പുണ്യജലം കൊടുക്കാൻ കഴിയുന്നത് അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ആ സമയത്ത് ചരട് ജപിച്ച് കെട്ടാനോ
മൃത്യുഞ്ജോമം നടത്താനോ പോകരുത്. നാമങ്ങളെ കേൾപ്പിക്കുക, നാമസങ്കീർത്തനം കേൾപ്പിക്കുക, ഭാഗവത പാരായണം നടത്തുക, തീർത്ഥജലം കുടിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞ കണക്ക് തുള്ളിമരുന്ന് കൊടുക്കും പോലെ 3 തുള്ളി കൊടുക്കുക. അങ്ങനെ വേണം കൊടുക്കാൻ. ഇതൊക്കെയാണ് പ്രയോജനകരമായിട്ടുള്ള സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു. മൃത്യുഞ്ജയൻ്റെ കടാക്ഷമുണ്ടാകട്ടെ. ഓം നമഃ ശിവായ. കാലാരിയുടെ മഹാഭൈരവൻ്റെ കൈലാസനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.